ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ പല മണ്ഡലങ്ങളിലും ശക്തമായ മത്സരമാണ് അരങ്ങേറിയത്. അതുകൊണ്ട് തന്നെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ അല്പം വീറും വാശിയും കൂടി. വോട്ടെടുപ്പ് ദിനത്തിൽ പോലും നേതാക്കൾ തമ്മിൽ വാക്കുതർക്കവും കയ്യാങ്കളിയും ഉണ്ടായി. കൊല്ലം പുനലൂരിൽ ബൂത്തിന് പുറത്ത് വോട്ട് പിടിക്കുന്നുവെന്നാരോപിച്ച് LDF UDF കൗൺസിലർമാർ തമ്മിൽ തല്ലി. പുനലൂർ മണ്ഡലത്തിലെ വിളക്കുവെട്ടം LP സ്കൂൾ ബൂത്തിന് മുന്നിലാണ് സംഘർഷമുണ്ടായത്. മർദ്ദനമേറ്റുവെന്നാരോപിച്ച് വനിതാ കൗൺസിലർ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. പോളിംഗ് കേന്ദ്രത്തിന് 100 മീറ്റർ ദൂരെ മാത്രമേ പാർട്ടി പ്രവർത്തകർ നിൽക്കാൻ പാടുള്ളൂ എന്ന ഇലക്ഷൻ കമ്മീഷന്റെ നിയമം ലംഘിച്ചുവെന്ന് ആരോപിച്ചാണ് പുനലൂർ നഗരസഭയിലെ വിളക്കുവട്ടം LP സ്കൂളിന് മുൻപിൽ കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും പ്രവർത്തകർ ഏറ്റുമുട്ടിയത്. തമ്മിൽ തല്ലിയ രണ്ടുപേരും പുനലൂർ നഗരസഭയിലെ കൗൺസിലർമാരാണ്. കല്ലാർ വാർഡ് കൗൺസിലർ ഷെമി അസീസ് മർദ്ദനമേറ്റെന്നാരോപിച്ച് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. വിളക്കുവട്ടം വാർഡ് കൗൺസിലർ സുഭാഷ് G. നാഥാണ് മർദ്ദിച്ചത് എന്നാണ് ആരോപണം. വാർഡ് കൗൺസിലർ സുഭാഷ് G. നാഥ് വീണ്ടും വണ്ടിയും കൊണ്ട് വന്നിട്ട് നമ്മുടെ വിളക്കോട്ടം ബൂത്തിലേക്ക് കയറിയിട്ട് ചാടി ഇറങ്ങി നിന്ന് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങി നിന്നിട്ട് പറഞ്ഞു, നീ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ആൾക്കാരെല്ലാം എന്താ നിൽക്കുകയാണ്, പിന്നെ എനിക്ക് എന്താ നിന്നാണ്. അന്നേരം എൻ്റെ അടുത്ത് എടുത്ത പറഞ്ഞു, എടി നീ ഒരു കൗൺസിലറാണ്, നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ തിരിച്ച് അതേ രീതിയിൽ മറുപടി പറഞ്ഞു, ഇയാൾ ഒരു കൗൺസിലാണ്, പിന്നെ ഇയാൾക്ക് എങ്ങനെ ഇവിടെ നിൽക്കാൻ പറ്റുമോ. ഒട്ടനെ ഇയാള് എന്നെ കയറി അടിക്കുകയാണ് ചെയ്തത്. ഒരു വഴി കൊണ്ട് എന്നെ ബൈക്ക് പിടിച്ച് വലിച്ചിട്ട് മറ്റു കൈവച്ച് എന്റെ ചെല്ലക്ക് ഇങ്ങനെ അടിക്കുകയും ചെയ്തു. അതിന്റെ പാടുണ്ട്. ഇടതുപക്ഷ പ്രവർത്തകർ ചട്ടം ലംഘിച്ച് ബൂത്തിന് സമീപം വോട്ട് പിടിച്ചു എന്ന ആരോപണമാണ് ഷെമി അസീസ് ഉന്നയിക്കുന്നത്. എന്നാൽ ഷെമി അസീസിന്റെ നേതൃത്വത്തിൽ ബൂത്തിന് പുറത്തു നിന്ന പ്രവർത്തകർ താൻ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ച് ആക്രമിക്കുകയായിരുന്നു എന്നാണ് സുഭാഷ് G. നാഥ് പറയുന്നത്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ നിങ്ങളാണോ ഇയാളാണോ ഇയാൾക്ക് ഇവിടെ നിൽക്കാവോന്ന് ചോദിച്ച് പെട്ടെന്ന് പ്രകോപിതയായിട്ട് എന്നെ പിടിച്ചിടുമായിരുന്നു. പിടിച്ചിടുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ പ്രവർത്തകർ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് ഒന്നും തള്ളുണ്ടായി. അല്ലാതുള്ള വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഉടനെ തന്നെ അവരെ ഉപദ്രവിച്ചു എന്നുള്ള രീതിയിലാണ് അവര് കേസും മറ്റു കാര്യങ്ങളുമായിട്ടൊക്കെ പോകാമെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. സംഭവത്തിൽ ഷെമി അസീസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. വിഷയത്തിൽ പുനലൂർ പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 പുനലൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.